എന്താണെന്നറിയില്ല, ഇന്നത്തെ കൊതി പാനിപൂരി കഴിക്കാനായിരുന്നു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്നതൊക്കെ പാനിപൂരിയുടെ ഇൻഗ്രീഡിയൻസ്. പിന്നെന്താ ചെയ്യുക, ഉണ്ടാക്കിയെന്നെ. തക്കുടുവിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അതിഭീകരമായിരുന്നു. എക്സ്പ്രഷൻ കണ്ടില്ലേ, പറഞ്ഞു ചെയ്യിപ്പിച്ചതൊന്നും അല്ലട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ കുറച്ചു കാലം മുമ്പ് വരെ എൻ്റെയും ഫേവറേറ്റ് ആയിരുന്നു. അതെന്താ ഇപ്പൊരു മാറ്റം, അതല്ലേ ചോദിക്കാൻ വന്നേ? അതൊരു കഥയാണ്, പറയാം. പണ്ട്, അത്രക്ക് പണ്ടൊന്നുമല്ല, ഈ ബാക്കിൽ പാല് വന്നവരും തലയിൽ ആൻറ്റിന വന്നവരും ഫേസ്ബുക്കിൽ ഇൻസ്റ്റയേക്കാളും കയറി ഞെരങ്ങണ കാലത്ത് കൂട്ടത്തിൽ ഞാനും. ഏതോ ഒരുത്തൻ മോസ്റ്റ് ഡേറ്റിയസ്റ്റ് ഫുഡ് ഇൻ ദ വേൾഡ് എന്നൊരു ക്യാപ്ഷനിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വീണ് മനസ്സ് മാറി ഞാനൊരു തീരുമാനം എടുത്തതാണ്. അതാണ് ഇടയ്ക്ക് ഞങ്ങൾക്കിടയിൽ വന്ന ഈ ഗ്യാപ്പിൻ്റെ റീസൺ. പിന്നീട് ആലോചിച്ചപ്പോൾ അതിലെന്തോ ഒരു പൊരുത്തക്കേട് പോലെ. അല്ലെങ്കിലും ഒരു ഫുഡിനെ ബ്ലെയിം ചെയ്യുന്നത് ആർക്ക് വേണേലും മാറ്റാൻ പറ്റിയ അതിൻ്റെ സെർവിങ്ങും മേക്കിംഗ് സർക്കംസ്റ്റാൻസും വെച്ചിട്ടാണോ? എനിക്കെന്തോ അതത്ര ശരിയായിട്ട് തോന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഞങ്ങളും ഉണ്ടാക്കി നല്ലൊരു പാനിപ്പൂരി വീട്ടിൽ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഫുഡ് എന്നതിന് പുറമെ ഈ ഒരു ആക്രാന്തം കൂടെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ആൻഡ് ഈ വീഡിയോ എല്ലാ പാനിപൂരി ലവേഴ്സിനും വേണ്ടിയിട്ട്.